നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കണം, ഹിന്ദുക്കൾ ക്രിസ്മസ് ആഘോഷിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഓണമോ ബാക്കി ഇതര മതസമൂഹങ്ങളുടെ ആഘോഷങ്ങളിലോ പങ്കെടുക്കണോ തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമൂഹത്തിലെ കുറച്ച് കടുപ്പമേറിയ നിലപാടെടുക്കുന്നവർ മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുതെന്നോ ഹിന്ദു ക്രിസ്മസ് ആഘോഷിക്കരുതെന്നോ പറയാറുണ്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ ചിലർ ഇതര മതസമൂഹങ്ങളുടെ നബിദിനമോ അല്ലെങ്കിൽ ഈദോ അല്ലെങ്കിൽ ഓണമോ അല്ലെങ്കിൽ ജന്മാഷ്ടമിയോ ഒന്നും ആഘോഷിക്കരുത്, പങ്കുചേരുതെന്ന് പറയാറുണ്ട്. ഇതേപോലെ ഹിന്ദുക്കൾ നമ്മൾ മറ്റ് മതസമൂഹങ്ങളുടെ പരിപാടിക്ക് പോകരുത് എന്ന് പറയുന്ന ഹാർഡ് ലൈനേഴ്സ് പല മതങ്ങളിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള നിലപാട് എന്തായിരിക്കണം? ഇന്ന് ഞാൻ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ശ്രീ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഇന്റലക്ച്വൽ വാഗ്മി ചിന്തകൻ നേതൃത്വം നൽകുന്ന MESന്റെ പരിപാടിക്ക് പോയിരുന്നു. ശ്രീ ശശി തരൂർ സാർ ഉണ്ടായിരുന്നു, BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ രാജഗോപാൽ സാർ ഉണ്ടായിരുന്നു, നമ്മുടെ മുൻ സ്പീക്കർ വിജയകുമാർ സാർ ഉണ്ടായിരുന്നു, ഒരുപാട് അങ്ങനെ പ്രഗത്ഭർ, ആദരണീയനായ നമ്മുടെ മുൻ പാളയം ഇമാം അല്ലെങ്കിൽ ഇമാമായ സുഹൈബ് മൗലവി അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആൾക്കാർ, അവരെല്ലാം 3 കൂട്ടം പായസമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ അത് കഴിക്കുന്നതാണ് ഒരു ജനതയുടെ മുമ്പോട്ടുള്ള പ്രയാണം. ഇന്ത്യയിൽ പലപ്പോഴും നമുക്കറിയാം, ഷാറൂഖ് ഖാൻ അടക്കമുള്ളവർ അമ്പലങ്ങളിൽ പോകുന്നതിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അദ്ദേഹത്തെ ട്രോൾ ചെയ്യാറ്. അതൊരു കൾച്ചറലി പോകുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു സ്ത്രീ തലയിൽ ഒരു തട്ടമിട്ട് ഒരു പള്ളിയിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കോ എന്തെങ്കിലും സംസ്കാരത്തിന്റെ ഭാഗമായി ട്രോൾ ചെയ്യാറ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ നിലപാട് എന്തായിരിക്കും? ചില മുസ്ലിം നേതാക്കളെങ്കിലും തിരി കൊളുത്തരുത്, വിളക്ക് കൊളുത്തരുത്, അതിന് മറ്റൊരർത്ഥമാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിക് ടെർമിനോളജിയിൽ ഇതിന് പറയുന്നത് നീയത്ത് എന്താണ് എന്നുള്ളതാണ് കോർന്ന. നീയത്ത് എന്ന് പറയുന്നത് ഇന്റൻഷൻ എന്നൊക്കെയാണ് ആ വാക്കിനെ ഉദ്ദേശിക്കുന്നത്. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അടിസ്ഥാന ഇന്റൻഷൻ എന്താണ്? നമ്മുടെ സ്വന്തം വിശ്വാസത്തിൽ യാതൊരു തരത്തിലും വെള്ളം ചേർക്കാതെ, അതിൽ യാതൊരു തരത്തിലും നെഗറ്റീവ് ഇല്ലാതെ, എന്നാൽ എല്ലാ സഹോദര സമുദായങ്ങളുടെയും പരിപാടികളിൽ സംസ്കാരത്തിൽ നമ്മൾ പങ്കുണ്ടാകണം. ശബരിമലയിലേക്ക് പോകുമ്പോൾ ഞാനൊക്കെ അഭിമാന പുരസ്സരം പറയാറുണ്ട്. വാവര് പള്ളിയുണ്ട്, അത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അവിടെ വാവർക്ക് വേണ്ടി അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വാവര് നട എന്നാണ് പറയുന്നത്. അതിലൊരു വിഗ്രഹമില്ല, പ്രതിമയില്ല. അതിന്റെ കാരണം അയ്യപ്പന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ അദ്ദേഹം മുസ്ലിമാണ്, ബാവർ എന്നാണ് പേര്, അല്ലെങ്കിൽ പാത്തുമ്മയുടെ മോനാണ് വാവർ. അപ്പോൾ വാവർക്ക് വിഗ്രഹാരാധനയിലോ സഗുണാരാധനയിലോ ഒന്നും വിശ്വാസമില്ല. ഇതൊരിക്കലും ഇവർ തമ്മിലുള്ള സൗഹൃദത്തിനോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഇഷ്ടത്തിനോ ഒരു കോട്ടം തട്ടിയിട്ടുമില്ല. ഇപ്പൊ ഹിന്ദുക്കളിൽ തന്നെ നമ്മുടെ ബ്രഹ്മസമാജം, ആര്യ സമാജം, ഇവരൊന്നും അമ്പല സംവിധാനത്തിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ വിഗ്രഹാരാധനയിലും കാര്യങ്ങളിലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സമുദായത്തിനുള്ളിൽ തന്നെ എത്രയോ വ്യത്യസ്ത ധാരകളുണ്ട്. വിവേകാനന്ദ സ്വാമി വേദാന്തിയാണ്, എന്നാൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹം പൂജാരിയാണ്, ബ്രാഹ്മണനാണ്, സർവ്വമത വിശ്വാസിയാണ്, പല മതങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത്, എന്നാൽ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്കാകണം. ഈദിനാകട്ടെ, ഓണത്തിനാകട്ടെ, ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്കാകട്ടെ, ക്രിസ്മസിനാകട്ടെ, ഈസ്റ്ററിനാകട്ടെ, നബിദിനത്തിനാകട്ടെ, പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ പറയുന്നേ ഉള്ളൂ. ഇതിലെല്ലാം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാനും ഒരുമിച്ച് മുമ്പോട്ട് പോകാനും കഴിയണം. അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം. ഈ സിനർജിയാണ്, ഈ സിൻക്രറ്റിക് കൾച്ചറാണ് ഇന്ത്യ ആക്കുന്നത്, ഇന്ത്യയെ മഹത്വമാക്കുന്നത്. ഷാറൂഖ് ഖാൻ ഗണേശ പൂജയ്ക്ക് പോകുന്നതോ അല്ലെങ്കിൽ ജോൺ അബ്രഹാം പോകുന്നതോ സൽമാൻ ഖാനും ആമിർ ഖാനും ഒക്കെ എല്ലാ വർഷവും പോകുന്നത് ഒരു സാംസ്കാരിക ആഘോഷമായിട്ടാണ്. അത് തന്നെ ബാലഗംഗാധര വിഭാവനം ചെയ്ത്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഗണപതിയെ കൊണ്ടുവന്നിരുന്നു. ഇതെന്തായാലും ദൈവീകമല്ലല്ലോ, പകരം സാംസ്കാരികമാണ്, സാമൂഹികമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. സമാനമായ സാംസ്കാരിക ഘോഷയാത്രകളാണ് ഇവയെല്ലാം. സാംസ്കാരിക കൾച്ചറൽ കമ്മിങ് ടുഗദർ, സാംസ്കാരിക ഒരുമകളാണ്. അത് നബിദിനത്തിലാകാം, അത് ക്രിസ്മസിനാകാം, അത് ഓണത്തിനാകാം, ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്കാകാം, രാമായണ മാസത്തിനാകാം. പരസ്പരം ഐക്യത്തിന്റെ ഒരുമയുടെ സൂക്തങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകട്ടെ. അത് തന്നെയാണ് ഒരു നാടിന്റെ നന്മ, നാടിന് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവവിശ്വാസത്തിൽ തെല്ലും കലർപ്പ് ചേർക്കാതെ പരിശുദ്ധമായി നമ്മൾ വിശ്വസിക്കുന്ന മതം അള്ളാഹു ആകട്ടെ, യഹോവയാകട്ടെ, പരബ്രഹ്മമാകട്ടെ, ധമ്മയാകട്ടെ, ഇനി നിരീശ്വരവാദികളാണെങ്കിൽ അങ്ങനെയാകട്ടെ, നമ്മുടെ ഏത് വിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഈ നാടിന്റെ മഹത്വം അതാണ്, ഈ നാടിന്റെ നന്മ അതാണ്, ഈ നാടിന്റെ സിനർജി അതാണ്. ആ സിനർജിയാണ് നമ്മൾ ശബരിമലയിലൊക്കെ കാണുന്നത്. തന്നെ കാണാൻ വരുന്ന ഭക്തരോട് തന്റെ മുസ്ലിം സുഹൃത്തായ വാവരനെയും ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തെയും കണ്ട് തൊഴുതു വരാനാണ് സ്വാമി അയ്യപ്പൻ പറഞ്ഞത്. ഈ നാടിന്റെ മഹത്വം ആ ഗാന്ധിയൻ പാതയാണ്. അതിനെ മണികണ്ഠനായ അയ്യപ്പന്റെ പാതയെന്ന് പറയാം, മഹാത്മാഗാന്ധിയുടെ പാതയെന്ന് പറയാം, അല്ലെങ്കിൽ വിവേകാനന്ദന്റെ പാതയെന്ന് പറയാം. നിങ്ങളിൽ പലരും അറിയുമ്പോൾ അത്ഭുതപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻസ് നടക്കുന്നത് വിവേകാനന്ദന്റെ വേലൂർ മഠത്തിലാണ്. അതായത് ഉണ്ണിയേശുവിനെയും കന്യാമറിയത്തെയും ആരതി ഒഴിയുന്ന ഹിന്ദു സന്യാസിമാരെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഹർമന്ദർ സാഹിബ്, നമ്മുടെ മഹത്തായ സിഖ് ഹർമന്ദർ സാഹിബ്, സിഖ് ടെമ്പിൾ, നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ, അതിന് ഒരു സൂഫി വര്യനായ മുസ്ലിം ആണ്
അതിന് ശിലാസ്ഥാപനം നടത്തി, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ മഹത്വം ഈ ഒരുമയാണ്, സിനർജിയാണ്. ആ സിനർജിയിലാണ് ഈ നാടിന്റെ എനർജി. ജയ് ഹിന്ദ്, വന്ദേ മാതരം. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.